കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ എസ്റ്റേറ്റിനുള്ളിലെ പഴയ ക്ഷേത്രത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നതായി പരാതി. നിലവിലുള്ള റോഡിൽ വീട് നിർമ്മാണത്തിന് കുറ്റിയടിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ ആരോപിച്ചു. ഉദ്യോഗസ്ഥരോട് പരാതിപ്പെടുമ്പോൾ നിഷേധാത്മക നിലപാടാണെന്ന് ഭക്തർ ആരോപിക്കുന്നു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിനുള്ളിൽ 8 പതിറ്റാണ്ടിലധികമായി പുൽപ്പാറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂജ ചെയ്തു വരുന്നുണ്ട്. വർഷാവർഷം ഉത്സവവും നടത്തി വരാറുണ്ട്. നാഗത്തറ, മുനീശ്വരൻ കോവിൽ എന്നിവയും അനുബന്ധ സൗകര്യങ്ങളും പിതൃതർപ്പണത്തിനുള്ള സ്ഥലവും ഉൾപ്പെടുന്നതാണിവിടം. ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ സ്ഥലം അളന്ന് തിരിച്ച് കുറ്റിയടിച്ചപ്പോൾ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചില്ലെന്നും വർഷങ്ങളായുള്ള റോഡിൽ കുറ്റിയടിച്ചുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പരാതിപ്പെട്ടു. നിലവിൽ ടൗൺഷിപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് ക്ഷേത്ര ഭാരവാഹികൾ കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും തങ്ങൾ നിസ്സഹായരാണെന്നും സൈറ്റ് പ്ലാൻ തയ്യാറാക്കിയത് തങ്ങളല്ലെന്നുമാണ് മറുപടി ലഭിച്ചതത്രേ. ക്ഷേത്രത്തോട് ചേർന്ന് റോഡ് ഇല്ലാതാക്കി വീട് നിർമ്മാണം അടക്കം നടത്തിയാൽ തടയുമെന്ന് ക്ഷേത്ര ഭാരവാഹികളും പ്രദേശവാസികളായ ഭക്തരും പറഞ്ഞു. അതിനു മുൻപ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും പ്ലാൻ മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ നേരെ അങ്ങോട്ടേക്ക് ആ വഴി ഡയറക്റ്റ് ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് വഴി നല്ലൊരു വഴി, അല്ല കറങ്ങി തിരിഞ്ഞെന്ന് വരാൻ ഞങ്ങൾക്ക് എന്തില്ല. ഇത് വേറെ വീടുകളുടെ മുന്നിൽ കൂടെ വരാനുള്ള സാധ്യത ഉണ്ടാക്കിയാൽ അതിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങൾ ക്ഷേത്രത്തിനൊരു വഴി, ക്ഷേത്രത്തിൻ്റെതായ വഴി തരാൻ നിർബന്ധമാണ്. ഞാനത് ഇവിടെ ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്. പേര് കൃഷ്ണൻകുട്ടി. പിന്നെ ഇത് എത്രയോ വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രം. ഈ 75-80 വർഷം കഴിഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ ഉള്ള അമ്പലമാണ്. അന്നേ മുതൽ ഈ അമ്പലത്തിലേക്കുള്ള ഈ റോഡ് പിന്നെ ഭക്തജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഒരു സുപ്രഭാതത്തിൽ ടൗൺഷിപ്പ് അത് ഇതെല്ലാം വന്നു എന്ന് പറഞ്ഞു നമ്മളെ ഈ ഫ്രണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു റോഡ് പിന്നെ മാറ്റിയിരിക്കുക അവിടുന്ന്. അപ്പോൾ ഈ റോഡ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവർ അവർ അതിൻ്റെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരിപ്പോൾ വന്നിരുന്നു, അവരോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇനി നിങ്ങളിത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം, ഞങ്ങൾക്ക് ക്യാബിനറ്റ് കൂടണം, നിയമസഭ കൂടിയിട്ട് മന്ത്രിസഭ തീരുമാനിക്കണം, എന്നാലേ ഇതൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിസ്സാര സംഭവം ഈ 2 പ്ലോട്ട് ഒരു 5 മീറ്റർ പുറകോട്ടേക്ക് വലിച്ചാൽ ഈ വഴി പഴയ പോലെ തന്നെ ഇവർക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും, സഹായിക്കാവുന്നതാണ്. ഈ ആളുകളെ ദ്രോഹിക്കാത്തതിന് എന്ത് ചെയ്യുക? ഈ റോഡ് പിന്നെ പഴയ പോലെ തന്നെ ക്ഷേത്രത്തിന് കിട്ടും. ഈ 2 മീറ്റർ ഈ പുറകോട്ടേക്ക് വലിച്ചാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അങ്ങ് വരെ സ്ഥലമാണ്. ആ സ്ഥലം ഇത് ഈ റോഡിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കുറ്റിയടിക്കും. കുറച്ച് അങ്ങോട്ടേക്ക് വലിച്ചിട്ടാൽ ഈ വഴി പഴയ പോലെ തന്നെ കിട്ടും. അത് പറഞ്ഞതിനാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങൾ ക്യാബിനറ്റ് കൂടിയിട്ടേ പറ്റുള്ളൂ, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം, മന്ത്രിസഭ കൂടണം, എന്നാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്.